ഹലോ ഗെയ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഈ കുട്ടൻ ഇതാ സുന്ദരി കുട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് അച്ഛൻ്റെ അമ്മമ്മയുടെയും കൂടെ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ. പണ്ടൊക്കെ ഈ കുട്ടൻ കുറച്ചും കൂടി ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എങ്ങോട്ടേലും പോകുമ്പോൾ ഇങ്ങനെ ഒരുങ്ങുക എന്നുള്ള സംഭവമേ ഇവൾക്ക് ഇഷ്ടമല്ല. ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ല, ഒരുങ്ങാൻ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഒരു വിധത്തിലാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുക. പക്ഷെ എങ്ങോട്ടേലും പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സ്വഭാവമൊക്കെ മാറിയിട്ട് ഇപ്പം ഈ അണിഞ്ഞൊരുങ്ങുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണല്ലേ വർക്കം വലുതാവും തോറും അതിനോടൊക്കെ ഇഷ്ടം കൂടുമല്ലോ. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അവൾക്ക്. പക്ഷേ ഞാൻ ഇവളെ നിർത്തിയിട്ട് എങ്ങോട്ടേലും പോവുകയാണെന്ന് ഇവളെങ്ങനെയും മണത്തറിഞ്ഞിട്ട് എൻ്റെ പിന്നാലൊന്നും ഒഴിവാവില്ലേ. ഇവളെ ഇവിടെ നിർത്തുകയാണെച്ചെങ്കിലും ഇവൾക്ക് മേക്കപ്പൊക്കെ ചെയ്യണം. ഞാൻ കണ്ണെഴുതുമ്പോൾ അവൾക്കും കണ്ണെഴുതണം, പൊട്ടെടുത്തോടുമ്പോൾ അവൾക്കും പൊട്ട് തൊടണം. പിന്നാലെ തന്നിട്ട് അമ്മ കണ്ണെഴുത്തായോ പൊട്ട് തൊട്ടായോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഉടുപ്പൊന്നും ഈ കുട്ടിന് തീരെ ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഇത് ഈ കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഉടുപ്പാണ്. അന്ന് ഞാനിത് ഇടിയിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് കുറച്ച് കുത്തിത്തറയ്ക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് അവൾക്ക് ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത് കുട്ടികൾ കുറച്ചും കൂടി ആൾക്കാരെയൊക്കെ അറിഞ്ഞ് വരുന്നില്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പം അവൾക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അന്ന് ഇവള് ഭയങ്കര പ്രശ്നക്കാരിയിരുന്നു കേട്ടോ. ബർത്ത്ഡേയുടെ ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഡ്രസ്സും കൂടി ആയപ്പോൾ പിന്നെ പറയും വേണ്ട. ഈ ഡ്രസ്സൊന്ന് ഊരിയപ്പോഴാണ് അവൾക്ക് ഇത്തിരി സമാധാനമായത്. നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ്. നല്ല ഇഷ്ടമായിട്ട് എൻ്റെ അമ്മേനെ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ അന്ന് ഇതിട്ടിട്ട് നല്ല ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിണ്ടായിരുന്നില്ല, വെള്ള വാശിയും കരച്ചിലൊക്കെ കാരണം. അപ്പോൾ ഇപ്പോഴും പാകമുണ്ട് കേട്ടോ. കാരണം ഞാനിത് ഇടിയിപ്പിച്ചിട്ട് ഇപ്പോൾ കല്യാണത്തിന് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു. വേറൊരു എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി നമ്മുടെ അടുത്ത് കൊടുത്തയക്കുന്നുണ്ട്. കാരണം കുറച്ച് നേരമൊക്കെ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിട്ടിട്ട് ചിലപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ട് വേറൊരു ഡ്രസ്സും കൂടി ഞാൻ കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട്. ഇപ്പം ഇങ്ങനത്തെ ലെങ്കിൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഉടുപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും അമ്മ ഇതിട്ടായോ എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതിട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതും നല്ല രസമായിട്ടാണ് അമ്മ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുങ്ങി കഴിഞ്ഞിട്ട് ഇനി കാണാം കേട്ടോ നമുക്ക്. അമ്പലത്തിച്ച് പോവാ ചുന്തിരിയായിട്ട്. വയമ്മ ഫോട്ടോ എടുത്തോ. പതുക്കെ ഓടണ്ട, പതുക്കെ പോ. ഈ കുട്ട ടാറ്റ. ടാറ്റ. എങ്ങണ്ട പോണേ? കല്യാണത്തിന് പോവാണോ? ആ ഓക്കെ. ബൈ ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റോറി. ടാറ്റാ ബാ. ഇതിലേക്ക് നോക്കി ടാറ്റ പറയും.
അപ്പോൾ അവരേനൊക്കെ കല്യാണത്തിന് പറഞ്ഞയച്ച് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മോട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഇനി അമ്മ ഉണ്ടാക്കിയിട്ടൊക്കെ പോകുമ്പോഴത്തേനും നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് റൈസും ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് തട്ടിക്കൂട്ടി ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനും അനിയനും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ആലോചിച്ചു ഇനി അമ്മ വന്നിട്ട് വീണ്ടും ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് ആലോചിച്ചപ്പോൾ എന്തായാലും ഉണ്ടാക്കല്ലേ, അപ്പോൾ അവർക്കും കൂടി ഉള്ളത് വൈകിട്ടത്തേക്കും കൂടി ഉള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. എനിക്കിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയൊക്കെ അതൊന്നും കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാക്കി നോക്കുക, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക, അവരെ അഭിപ്രായം കേൾക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മസാലയൊക്കെ പറ്റി വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി പച്ചമുളക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടാവും എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയില്ല. എനിക്ക് പുറത്ത് പോയി പൊട്ടിക്കാനൊരു ആഗ്രഹം. ഇപ്പോൾ കുറേയായിട്ട് അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് പൊട്ടിക്കാം. പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാരണം കുഴപ്പമില്ല, പോയി പൊട്ടിക്കാം കേട്ടോ. കാരണം ശരി പച്ചമുളകൊന്നും ഇല്ല ഗൈസ്, എല്ലാം അമ്മ പൊട്ടിച്ച. ഞാൻ അവിടെ നോക്കിയില്ല കേട്ടോ, ഞാൻ അമ്മയെങ്ങാനും പൊട്ടിച്ചോന്നറിയില്ല. ഉള്ളത് നമുക്ക് പൊട്ടിക്കാം. ഇതുമ്മയാണ് കൂടുതലുണ്ടാവാറ്, ചെറുതാണ്. അപ്പുറത്തുണ്ടാവാം. ഒന്നും കാണാനല്ലോ, ശ്രദ്ധിച്ചോ അമ്മ പൊട്ടിച്ച നോണിക്ക്. അപ്പുറത്ത് കുറച്ച് കാണാണ്ട് കേട്ടോ, വലുത് കാണാണ്ട്. ചിലപ്പോൾ അമ്മ വിത്തിന് വെച്ചതാവും. ഈ റെഡ് ചെറുതാ, വലുതായിട്ടില്ല. അതുകൊണ്ട് രണ്ട് മൂന്നുണ്ട്. ഇത് ചെറുതാണെങ്കിലും നല്ല എരിവാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് നീ അങ്ങനെ അവിടുത്തെ അമ്മ പൊട്ടിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തൊക്കെ ചെറുതാ, വലുതാവട്ടെ പൊട്ടിക്കും. തൽക്കാലം ഇത് മതി, ഇതും കൂടെ പൊട്ടിക്കും. ഇത്രയും കിട്ടിട്ടോ, മതിയാവും വിചാരിക്കണം. ബാക്കി നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായിരുന്നെങ്കിൽ സവാള ഗൈസ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടുണ്ടാകും. അത് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ ഇതാ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വഴറ്റണം. സമയമില്ല ഗൈസ്, വേഗം ചെയ്തിട്ട് വേണം വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ വേഗം തീർക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളത് ആ മസാല ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ ഇടട്ടെ അതിലേക്ക്. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, എല്ലാ പൊടികളും ഇടാം. മസാലപ്പൊടി ഇടാം. ഇവിടെ
പെരുംജീരകം പൊടി ഇവിടെ ഇല്ലാതെ കിട്ടുന്നത്. നന്നായിട്ട് ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് കഴിക്കണം. ചിക്കൻ കൊടുക്കാം. മസാല തട്ടി നല്ല കുക്കാവുന്നുണ്ട്. നമുക്ക് ദമ്മിടാണ്. അപ്പോൾ നമുക്ക് ഓഫാക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ അച്ചല് അപ്പം അതാ ചിക്കൻ ഇട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഗ്രേവി പോലെ ഉണ്ട്. അങ്ങനെ മതി. ഇങ്ങനെ ദമ്മ കുറഞ്ഞു ഇത് അടച്ചിട്ട് അപ്പൊ നമ്മൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്യണം. എന്നിട്ട് കഴിക്കാം. നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ട് ഗൈസ്. കുട്ടാ ടേസ്റ്റ് ഉണ്ട്. നമ്മളെ സക്സസ് ആയിരിക്കും നമ്മളെ ബിരിയാണി. അപ്പോൾ ഗൈസ് എൻ്റെ ബിരിയാണി എന്തായാലും സക്സസ് ആയിട്ടുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്ത് നോക്കട്ടെ. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ.